പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അക്കാദമിക് ഡിസിപ്ലിൻസ് ആണ്. എന്താണ് അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് നമുക്ക് കാണാം. An academic discipline or field of study is a branch of knowledge taught and researched as a part of higher education. ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി പഠിക്കുന്നതോ റിസർച്ച് ചെയ്യുന്നതോ ആയ നോളേജിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു ശാഖയെയാണ് അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ ദ ടേം അക്കാദമിക് സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ അക്കാദമിക് ഡിസിപ്ലിൻ can be defined as the academic studies that focus on self-imposed limited field of knowledge. ഇതൊരു ലിമിറ്റഡ് ഫീൽഡ് ഓഫ് നോളേജ് ആണ്. ഇത് സെൽഫ് ഇമ്പോസ്ഡ് ആണ്. ഈ അക്കാദമിക് സ്റ്റഡീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ലിമിറ്റഡ് ഫീൽഡ് ഓഫ് നോളേജിനെയാണ്. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു സബ്ജക്റ്റ്, ഒരുപാട് അക്കാദമിക് സബ്ജക്റ്റ് ഉണ്ടായിരിക്കാം. അതിലേത് സബ്ജക്റ്റാണോ നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ളത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോളേജാണ് ഓരോ ഇൻഡിവിജ്വലും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ഇമ്പോസ്ഡ് നോളേജിനെയാണ്. ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് ദാറ്റ് വൺ ടീച്ചേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് ആസ് എ പാർട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി പഠിക്കുന്നതോ പഠിപ്പിക്കുന്നതോ ആയ സബ്ജക്റ്റിനെയാണ് അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. അതിൽ സോങ്കി ഡെങ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ ഡെഫിനേഷനാണ് അക്കാദമിക് ഡിസിപ്ലിൻ ഈസ് എ ഫീൽഡ് ഓർ ബ്രാഞ്ച് ഓഫ് ലേണിംഗ് affiliated with an academic department within a university formulated for the advancement of research and scholarship and professional training of researchers and academics and specialists. അദ്ദേഹം പറയുന്നത് ഇതൊരു ഫീൽഡ് ഓഫ് ബ്രാഞ്ച് ഓഫ് ലേണിംഗ് ആണ്. അതായത് ലേണിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി എഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കാദമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഫോമുലേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ആ ഒരു അക്കാദമിക് ഡിസിപ്ലിൻ ഫോമുലേറ്റ് ചെയ്യുന്നത് റിസർച്ചിൻ്റെ അഡ്വാൻസ്മെൻറ്റിനോ സ്കോളർഷിപ്പിനോ പ്രൊഫഷണൽ ട്രെയിനിങ്ങിനോ, അതായത് റിസർച്ചേഴ്സിനുള്ള പ്രൊഫഷണൽ ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ അക്കാദമിക്സിനോ സ്പെഷ്യലിസ്റ്റിനോ വേണ്ടി ഫോമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ലേണിംഗ് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഇനി ഗ്ലോസ്ബി എന്ന് പറയുന്നിട്ടുള്ള വ്യക്തി പറഞ്ഞത് അക്കാദമിക് ഡിസിപ്ലിൻസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളേജ് ദാറ്റ് ഈസ് ടോട്ട് ആൻഡ് റിസർച്ച്ഡ് അറ്റ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ലെവൽ. ഒരു കോളേജ് ലെവലിലോ യൂണിവേഴ്സിറ്റി ലെവലിലോ പഠിക്കാനോ റിസർച്ച് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള അറിവിൻ്റെ ഒരു ശാഖയാണ് അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി അതിന് ഒറിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ടേം അക്കാദമിക്സ് ഡിസിപ്ലിൻ ഒറിജിനേറ്റ്സ് ഫ്രം ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഡിസിപ്പുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാറ്റിൻ വേർഡ്, അതർത്ഥമാക്കുന്നത് പ്യൂപ്പിൾ, അതായത് വിദ്യാർത്ഥി എന്നർത്ഥം. ഫസ്റ്റ് വേർഡായ ഡിസിപ്പുലസ്, അതിൻ്റെ അർത്ഥം പ്യൂപ്പിൾ എന്നാണ്. ആൻഡ് ഡിസിപ്ലിന, അടുത്ത വേർഡാണ് ഡിസിപ്ലിന, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടീച്ചിങ് എന്നാണ്. അപ്പോൾ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, ഡിസിപ്ലിന ആൻഡ് ഡിസിപ്പുലസ്. ദ ടേം ഡിസിപ്ലിന ആസ് എ വേർബ് എന്ന നിലയിൽ ഡിസിപ്ലിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ട്രെയിനിങ് സംവൺ ടു ഫോളോ റിഗറസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഓൾസോ ഇമ്പോസിങ് ആൻഡ് എൻഫോഴ്സിങ് ഒബീഡിയൻസ്. ഇതൊരു വളരെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് ഒരു വ്യക്തിക്ക് നൽകുന്ന ട്രെയിനിങ് ആണ്. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് വളരെ കർക്കശമായ അല്ലെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള
ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഒബീഡിയൻസ് ഇമ്പോസ് ചെയ്യാനും എംഫോസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ ഈ ഡിസിപ്ലിൻ എന്ന വാക്കിൻ്റെ വേർബ് എന്ന മാനറിലുള്ള മീനിങ്. The term disciplinary was coined by German University in early 19th century. 19th centuryയിലെ ജർമ്മൻ യൂണിവേഴ്സിറ്റിയാണ് ഡിസിപ്ലിനറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. The concept of academic discipline was brought by മൈക്കിൾ ഫൊക്കാൾട്ട്. മൈക്കിൾ ഫൊക്കാൾട്ടാണ് അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് 1975 അദ്ദേഹം അത് കൊണ്ടുവന്നത്. ഇനി മെയിനായിട്ടുള്ള എയിംസ് ടു ഡെവലപ്പ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്കോളർലി പേഴ്സണെ ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ബ്യൂട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൂടി വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ടു ബ്രോഡൻ ചൈൽഡ്സ് പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ഡിസിപ്ലിനോട് ഉള്ള കുട്ടികളുടെ ചിന്താഗതി ഒന്ന് ബ്രോഡൻ ചെയ്യാനും കൂടി വേണ്ടിയാണ് ഈ ഒരു സബ്ജക്റ്റുകളുടെ മെയിനായിട്ടുള്ള എയിം. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റേതായ സ്ട്രക്ചർ ഉണ്ട്, ഇതിൻ്റേതായ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒരു റിസർച്ച് മാനറിലാണെങ്കിൽ അതിൻ്റേതായ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് സബ് ഡിസിപ്ലിൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് വാസ്റ്റ് നോളേജ്, വലിയൊരു ബ്രോഡൻ ആയിട്ടുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തിയറീസ്, കോൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ സ്പെസിഫിക് ടെർമിനോളജി, അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഫങ്ഷനിങ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇനിയൊരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വണ്ണാണ് സോഷ്യൽ ലിങ്കേജ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ സോഷ്യൽ പേഴ്സ്പെക്റ്റീവ്സ്. ഒരു സോഷ്യൽ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നേരിട്ടല്ലാതെയോ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഒരു സോഷ്യൽ ഡെവലപ്മെൻ്റാണ് ഇതുവഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും സൊസൈറ്റീനെ വളരെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ലിങ്കേജ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡിസിപ്ലിൻ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും വഴി അതൊരു സൊസൈറ്റിക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്, ഒരു സോഷ്യൽ ലിങ്കേജ് തന്നെയാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, അക്കാദമിക് ലിങ്കേജ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ അക്കാദമിക് പേഴ്സ്പെക്റ്റീവ്. ഒരു അക്കാദമിക് പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സബ്ജക്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എഡ്യൂക്കേഷനിൽ വളരെ നല്ലതാണ്. നല്ലൊരു അക്കാദമിക് ലിങ്കേജ് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എവിടെയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വണ്ണ് പ്രൊഫഷണൽ ലിങ്കേജ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ പ്രൊഫഷണൽ പേഴ്സ്പെക്റ്റീവ്. ഒരു പ്രൊഫഷണൽ പേഴ്സ്പെക്റ്റീവിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓരോ ഡിസിപ്ലിനും അതിൻ്റേതായ മാനേഴ്സ് ഉണ്ട്, ലെയേഴ്സ് ഉണ്ട്, വേസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലിങ്കേജ് എന്ന വഴിയിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ബെനഫിഷ്യലാണ്. ഇതെല്ലാം എന്താ പറയുക, പ്രൊഫഷണൽ ലിങ്കേജ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ അക്കാദമിക് ഡിസിപ്ലിൻ ഈസ് എ വാസ്റ്റ് എക്യുമുലേഷൻ നോളേജ് ഇൻ സ്പെസിഫിക് ഏരിയ. ഇത് ഒരുപാട് എന്താ പറയുക, ബ്രോഡൻ ആയിട്ടുള്ള നോളേജിൻ്റെ ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു ശേഖരണം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള നോളേജുകളുടെ ഒരു ശേഖരണം. ഒരു എക്സാമ്പിളായിട്ട് ഫിസിക്സ്, ഹിസ്റ്ററി, ആസ്ട്രോഫിസിക്സ്, ഇതൊക്കെ അതിൻ്റെ ആ ഓരോ സ്പെസിഫിക് ഏരിയയിലും അതിൻ്റേതായിട്ടുള്ള ബ്രോഡനായിട്ടുള്ള അറിവിൻ്റെ ഒരു സ്റ്റോറേജ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് അക്കാദമിക് ഡിസിപ്ലിൻ ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളേജ്. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് എക്സ്പെർട്ടീസ്, പീപ്പിൾ, പ്രൊജക്ട്സ്, കമ്മ്യൂണിറ്റീസ്, ചലഞ്ചസ്, സ്റ്റഡീസ് ആൻഡ് ഇൻക്വയറി ആൻഡ്
research area that are strongly associated with the given academic discipline. അതായത് ഈ ഒരു അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് അറിവിൻ്റെ ഒരു ശാഖയാണ്. ഇത് ഒരുപാട് കാര്യങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അതിൽ എക്സ്പേർട്ടീസ് ഉണ്ട്, പീപ്പിൾ ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, സ്റ്റഡീസ് ഉണ്ട്, ഇൻക്വയറീസ് ഉണ്ട്, റിസർച്ചസ് ഏരിയാസ് ഉണ്ട്. ഇത് മുഴുവൻ ആ ഓരോ ഡിസിപ്ലിനും അതിൻ്റേതായ അക്കാദമിക് ഡിസിപ്ലിനുമായിട്ട് ഒരുപാട് ഇൻകോപ്പറേറ്റഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സ്, എഡ്യൂക്കേഷണൽ ഫിലോസഫി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഇതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഡിവിജ്വൽ അസോസിയേറ്റഡ് വിത്ത് അക്കാദമിക് ഡിസിപ്ലിൻ ആർ റെഫേർഡ് ടു ആസ് എക്സ്പേർട്സ് ഓർ സ്പെഷ്യലിസ്റ്റ്. ഏത് വ്യക്തിയാണോ ഈ അക്കാദമിക് ഡിസിപ്ലിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ വ്യക്തിയെ പറയുന്നതാണ് എക്സ്പേർട്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.